കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റ്, പുരോഗമന കലാസാഹിത്യ സംഘം, പട്ടികജാതി ക്ഷേമ സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ചേനത്തനാടുള്ള കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹത്തിൽ മണി അനുസ്മരണവും അവാർഡ് ദാനവും നടത്തി. ചലച്ചിത്ര താരം രമേശ് പിഷാരടി ഉദ്ഘാടനം ചെയ്തു. RMB രാമകൃഷ്ണൻ അധ്യക്ഷനായി. ഈ വർഷത്തെ കലാഭവൻമണി കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റിന്റെ പുരസ്കാരം ഗായകൻ പന്തളം ബാലന് സമ്മാനിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ, CA സുരേഷ്, PC മനോജ്, അഡ്വക്കേറ്റ് പ്രേം പ്രസാദ്, BR ശാലിനി, ദീപു ദിനേശ് എന്നിവർ സംസാരിച്ചു. സദസ്സിലും കൂടിയിരിക്കുന്ന, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയവർ ഉൾപ്പെടെയുള്ള നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം. രാമകൃഷ്ണൻ എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ സുദീർഘമായ സംസാരങ്ങൾക്ക് ഇവിടെ വലിയ പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആവർത്തിക്കുക എന്നതിനപ്പുറം പുതുതായി എന്തെങ്കിലും ഒരു പ്രസംഗത്തിൽ പറയുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ജോലിയാണ്. അത്രയധികം കേരള ജനതയെ, മലയാളികളെ സ്വാധീനിച്ച ഒരു കലാകാരൻ. ഇന്നത്തെ ഈ ഒരു ഡേറ്റ് ഇവിടെ മാത്രമല്ല, ഈ മാർച്ച് മാസമാകുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വിളി വരും. ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പേര് ഈ പേരിൽ ചെയ്യാൻ പ്രേരക ശക്തിയായി മാറിയിരിക്കുന്നു അദ്ദേഹം എന്നുള്ളത് വലിയ അത്ഭുതമാണ്. ഇപ്പോഴും ഈ ഒരു 6-ാം തീയതി നമ്മൾ വിളിക്കും, ഞങ്ങൾ സാഹിത്യകാരുള്ളത് അദ്ദേഹത്തിന്റെ സ്മരണ എവിടെങ്കിലും കേൾക്കുന്നുണ്ട്. ബാലഭാസ്കർ ആദ്യത്തെ ഒരു 3 വർഷം എല്ലാവരും ഓർത്തു, പക്ഷെ ഇപ്പോൾ ആരും ഓർക്കുന്നില്ല. പക്ഷെ കലാഭവൻ മണി അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാധാരണക്കാരൻ്റെ ഇല്ലായ്മയിൽ നിന്ന് വളർന്നു കയറി കൊടുമുടികളിലെത്തി പെട്ടെന്ന് അസ്തമിച്ചു പോയ പ്രിയപ്പെട്ട മണിയുടെ ആ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട